നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബാങ്കുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. ദേവിക, ഒരു മിനിറ്റ്. എനിക്ക് ദേവികയെ സഹായിക്കാൻ കഴിയും. വീട് വെക്കുന്ന കാര്യം അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല. പക്ഷേ ബാങ്കിൽ അടയ്ക്കാനുള്ള പണം ഞാൻ തരാം. ആശുപത്രി അടയ്ക്കാനുള്ളതിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ എന്നോടുള്ള പെരുമാറ്റത്തില് കുറച്ച് മാറ്റം വരുത്തണം. എന്ത് മാറ്റം? ഞാനൊരു ദുഷ്ടനൊന്നുമല്ല. സുധി സാറിന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ വീടൊന്ന് വിറ്റ് തന്നാ മതി. ആ തുക മതി ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ. വീട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ ചോദിക്കുന്ന കമ്മീഷൻ ഞാൻ തരാം. അല്ലാതെ വ്യക്തിപരമായി നിങ്ങളുടെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. വീട് വിറ്റാലല്ലേ പ്രശ്നങ്ങളൊക്കെ തീരൂ. ദേവികയുടെ വീട് വിൽക്കാൻ എന്നെയാണ് സാർ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വീട് വിൽക്കണ്ട, പണം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ കേക്കണ്ടേ സാർ? ഒരേ വാശി. ഞാൻ എന്ത് ചെയ്യും? റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെങ്കിൽ ഇപ്പൊ പഴയതുപോലൊന്നും നടക്കുന്നുമില്ല. വീട് വിൽക്കുന്ന കാര്യം ദേവിക സാറിനോട് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞായിരുന്നു. ആ പാവം, വീട് വെക്കുന്നതിൽ ഒരുപാട് സങ്കടം കാണും. ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യും ചേർത്തെ? ദൈവം എന്നെ വീഴ്ത്തിക്കളഞ്ഞില്ല. സാർ, ഡോക്ടറും ദേവികയും ചേർന്ന് സുധി സാറിനോട് കള്ളം പറഞ്ഞതാ. എത്ര വലിയ സർജറി നടത്തിയാലും വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല. കിടക്കയില് ഇങ്ങനെ അങ്ങ് ജീവിക്കാം, അത്രേ ഉള്ളൂ. എന്നാലും സാരമില്ല, സാറിന് ഞങ്ങൾക്ക് ജീവനോട് കിട്ടുമല്ലോ. സാറ് വിഷമിക്കണ്ട. എത്രയും വേഗം ദേവികയുടെ വീട് വയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. പിന്നെ കുറച്ചു മുമ്പ് ആ ബാങ്കുകാർ വന്നിട്ട് പോയി. ആ പുതിയ വീടിന്റെ ലോണിന്റെ കാര്യം സംസാരിക്കാൻ. സാറിനെ കാണാനാ സത്യത്തിൽ അവര് വന്നത്. ദേവിക അവരെ അകത്തേക്ക് കയറ്റിയില്ല സാർ. അത് നന്നായി അല്ലേ? അല്ലേലും ഈ ബാങ്കുകാരെന്ന് പറയുന്നവർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ല. അല്ലെങ്കിൽ പിന്നെ ICU കിടക്കുന്ന പേഷ്യന്റിനോട് ലോണിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അമര് വരൂ. ദേവിക ചെയ്ത് തന്നെ നന്നായത്. ആ വീടും കൂടി ഒന്ന് വിറ്റാലോ എന്ന് ഇപ്പൊ എന്റെ ആലോചന. ഇനിയും അതവിടെ കിടന്ന ദേവികയ്ക്കത് കൂടുതൽ ബാധ്യതയാവുകയുള്ളൂ. അത് നേരെ സാറേ. ആദ്യം ഈ വീടിന്റെ കച്ചവടം ഒന്ന് കഴിയട്ടെ. അതിന്റെ കാര്യത്തിലും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ആ വീട് വിൽക്കുന്ന കാര്യം ദേവിക അറിയരുത്. അറിഞ്ഞാൽ അവള് സമ്മതിക്കില്ല. ദേവികയുടെ വീട് വിൽക്കുന്ന പണം കൊണ്ട് എല്ലാത്തിനും കൂടി തികയില്ല സാറേ. ദേവിക ഇനിയും ഒരുപാട് ഓടേണ്ടി വരും. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് നീ അവളെ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. സാറ് പറഞ്ഞ ഞാൻ ചെയ്യാതിരിക്കൂ? അത് ഞാൻ ഏറ്റു സാറേ. ദേവിക്ക് എന്ത് സഹായത്തിനും ഞാനുണ്ടാവും സാറേ. എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ പറ്റൂ. ശരി. എന്താടി ഇതൊക്കെ? നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ അതോ വല്ലൊരു വാങ്ങിച്ചു തന്നോ? ആര് വാങ്ങിച്ചു തരാൻ? ഇതൊക്കെ ഞാൻ എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. നിന്റെ കാശോ? അതിന് നിന്റെ കയ്യിൽ എവിടെ നടി ഇത്രയ്ക്ക് മാത്രം കാശ്? അതിന് മാത്രം കാശൊന്നും ആയില്ല. ഡിസ്കൗണ്ട് സെയിലിൽ വാങ്ങിയതാ. എല്ലാം കൂടി ഒരു 15,000 രൂപ. 15,000 രൂപയോ? ആ എന്താ രണ്ടുപേരും കൂടി?
എടി പാർവതി, ഇവള് പറയുന്നത് കേട്ടില്ലേ? ഇവള് 15,000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനങ്ങളാ ഇതൊക്കെ. ഡിസ്കൗണ്ട് സെയിലാണ് പോലും. സത്യാണോടി? നിനക്ക് എവിടുന്ന് കിട്ടി 15,000 രൂപ? അതും ഈ വീട്ടിലെ കാശിന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളപ്പോ? അതൊക്കെ ഞാൻ കൂട്ടി വെച്ചിരുന്ന കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളാ. ഇന്ന് അതെല്ലാം കൂടി എടുത്തു. എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഈ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയില്ലേ? എന്നിട്ടും ഞങ്ങളോട് പോലും പറയാതെ നീ ഇതൊക്കെ വാങ്ങി. നിനക്ക് നിന്റെ സ്വന്തം കാര്യം മാത്രം. ഈ വീട്ടില് പണത്തിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും അച്ഛനെ ഒന്ന് സഹായിക്കണമെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ? അമ്മേ, ഇതിനങ്ങനെ വലിയ കാശൊന്നും ആയിട്ടില്ല. ഞാൻ എന്റെ കുടുക്കയിലും വഞ്ചിയിലും ഒക്കെ സൂക്ഷിച്ചിരുന്ന പൈസയാ. എനിക്ക് കുറച്ച് കോസ്മെറ്റിക്സ് വേണമായിരുന്നു, കുറച്ച് പെർഫ്യൂംസും വേണമായിരുന്നു. ഞാനൊരു പെൺകുട്ടിയല്ലേ അമ്മേ, എനിക്ക് ആവശ്യങ്ങളൊക്കെ ഇല്ലേ? ഇതിന്റെ പേരിൽ ഇവിടെ ആരും ഒരു വഴക്കിനും വരണ്ട. അച്ഛൻ വരുമ്പോ പറയാനും പോണ്ട, മനസ്സിലായല്ലോ? കണ്ടില്ലേ അമ്മേ, അവളീ ചെയ്തതിന് അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്തു പറയാനാ? അവളുടെ കാശ് അവളുടെ ഇഷ്ടം. അയ്യോ, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവൾ എന്റെ ശത്രുവാകാൻ. എന്നാലും അമ്മയ്ക്ക് അവളെ ഒന്ന് ഉപദേശിച്ചൂടെ? ഉപദേശിക്കണോ? ഇപ്പൊ തന്നെ ഉപദേശിച്ചേക്കാം. നിത്യേ, എടി നിത്യേ, നിന്നെ എന്താടി? ഞാൻ വന്നപ്പോ നീ അലമാരി പൂട്ടി. ഞാൻ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മുത്തശ്ശിക്ക് കാണാൻ പറ്റാത്ത ഒന്നും ഇതിനകത്തില്ല. മുത്തശ്ശിക്കുള്ളതേ ഞാൻ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ചതാ. നോക്ക്, നല്ല മണമുണ്ട്. ഇത് കൊള്ളാം. ഇന്നാള് നിന്റെ അമ്മ ഒരെണ്ണം വാങ്ങിച്ചു തന്നായിരുന്നു. ശോ, കാശിന് കൊള്ളത്തില്ലായിരുന്നു. അല്ലേലും എന്റെ മനസ്സറിയാവുന്നത് നിനക്കാ. അത് കറക്റ്റാ. ഞാൻ വാങ്ങിച്ചു തന്ന ഒന്നും ഇന്ന് വരെ കൊള്ളില്ലെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മ എന്നെ ഇപ്പൊ ഇങ്ങോട്ടേ പുറത്തുനിന്ന് അകത്തേക്ക് തള്ളിവിട്ടതാ. എന്തിന്? ഉപദേശിക്കാൻ. നിന്നെ ഞാൻ ഉപദേശിച്ച് നന്നാക്കണം പോലും. അതിന് ഞാൻ അനാവശ്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല, മുത്തശ്ശിക്ക് അങ്ങനെ വല്ല തോന്നലും ഉണ്ടോ? ഉപദേശിച്ച് നേരെയാക്കാനും വേണ്ടി ഞാൻ വഴുതിട്ട് പോയിട്ടുണ്ടോ? ഏയ്, എവിടുന്ന്? നീ എന്റെ പേരക്കുട്ടിയല്ലേ, നിനക്ക് ഒരിടത്തും വഴി തെറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ കാര്യം നോക്കാൻ നിനക്കറിയത്തില്ലേ? അതിനുള്ള പ്രായവും പക്വതയും ബുദ്ധിയും ഒക്കെ നിനക്കുണ്ട്. അതെങ്ങനെയാ ഈ വീടിനപ്പുറം ലോകം കാണാത്തവളോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാ പിന്നെ മുത്തശ്ശി ചെന്ന് അമ്മയോട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഞാനൊന്ന് കുളിച്ചിട്ട് ഇപ്പൊ വരാം. ഒരു കൂതറ സ്പ്രേ തന്നിട്ട് അവളെന്നെ കുപ്പിയിലാക്കാൻ നോക്കുക. അവളെ ഉപദേശിക്കാൻ പോയ എന്നെ വേണം തല്ലാൻ. എന്തു പറ്റി? മുത്തശ്ശിയും കൊച്ചുമോളും കൂടി വലിയ കൂട്ടായിരുന്നല്ലോ. കൊച്ചുമോളാണെന്ന് വെച്ച എല്ലാ കാര്യത്തിനും എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? പ്രായപൂർത്തിയായ പെണ്ണ അവള്. അവളെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. നീ സംശയിച്ചത് ശരി തന്നെ അടി. എന്ത്? എടി, അവളിപ്പോ വാങ്ങിച്ചോണ്ട് വന്ന ആ സാധനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെവിടുന്നാന്നാ നിന്റെ വിചാരം? അമ്മയോട് അവൾ എന്തെങ്കിലും പറഞ്ഞോ? കൊള്ളാം. അവള് പറയാനോ? രഹസ്യം സൂക്ഷിക്കാനൊക്കെ അവൾക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും ഞാൻ ചിലതൊക്കെ ഊഹിച്ചു. ചില കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തു. അമ്മ എന്ത് കണ്ടു? പറയമ്മേ, അമ്മയുടെ കണ്ണിൽ എന്താ കണ്ടത്? ഞാൻ ആ ശരത്തിന്റെ കാര്യമാ പറഞ്ഞു വരുന്നത്. അവനും അവളും തമ്മിൽ എന്തോ ഏർപ്പാടുണ്ട്. അവൻ ഇവിടെ വരുമ്പോഴുള്ള അവരുടെ സംസാരവും കളിയും ചിരിയും ഒക്കെ പലവട്ടം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്നെനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയതാ.
എന്നിട്ട് അമ്മ എന്താ ഇക്കാര്യം ഇതുവരെ പറയാതിരുന്നത്? ഹാ, ഞാൻ പറഞ്ഞ ആര് വിശ്വസിക്കും? അല്ല, നീ വിശ്വസിക്കോ? നിന്റെ ഭർത്താവ് വിശ്വസിക്കോ? സ്വന്തം മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കത്തില്ലേ? കേറി കിടക്കാൻ ഇടവില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. വയസ്സുകാലത്ത് എനിക്ക് എന്റെ കാര്യം നോക്കിയേ പറ്റൂ. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. പിന്നെന്തിനാ ഇപ്പൊ പറഞ്ഞത്? അത് പിന്നെ ആ സാധനങ്ങളൊക്കെ അവള് വാങ്ങിച്ചോണ്ട് വന്നപ്പോഴേ എനിക്ക് ഉറപ്പായി അതെല്ലാം അവൻ വാങ്ങിച്ചു കൊടുത്തതാണെന്ന്. അല്ലെങ്കിൽ തന്നെ ആ ജോലി നിനക്ക് ശരിയാക്കി തരണമെന്നല്ലേ ഞാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടത്. അതെങ്ങനെ അവക്ക് കൊടുക്കാൻ പറ്റും? ആ ജോലി വേണമെന്ന് അവള് നിന്നോട് ആവശ്യപ്പെട്ടോ? അവളെ ചോദിച്ചപ്പോ നീ സമ്മതിച്ചു അല്ലേ? അവളോട് ഞാൻ സംസാരിക്കാം. ഏയ് വേണ്ട സുധേട്ട. സുധേട്ടൻ ആരോടും ഒന്നും സംസാരിക്കണ്ട. നിത്യ തന്നെ ജോലി എടുത്തോട്ടെ. ഞാൻ വേറെന്തേലും ജോലി കണ്ടെത്തിക്കോളാം. അല്ലെങ്കിൽ തന്നെ PSCയുടെ അഡ്വൈസ് മെമ്മോ ഉടൻ വരുന്ന പറഞ്ഞത്. അങ്ങനെ വരുവാണെങ്കിൽ പിന്നെ എനിക്ക് ധൈര്യമായി. എന്നാലും നീ ഇതിന് സമ്മതിക്കണ്ടായിരുന്നു. ആദ്യം നിത്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ വേണ്ടെന്ന് വെച്ചു. ഇതിന്റെ പേരില് കുടുംബത്തിനകത്തൊരു സമാധാനക്കേട് വേണ്ട. ഞാൻ ഇങ്ങനെയൊന്നുമല്ല ആഗ്രഹിച്ചത്. നീ ജോലിക്ക് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ ഈ അവസ്ഥയിൽ വേറെ മാർഗമില്ലാത്തോണ്ടാ ഞാൻ സമ്മതിച്ചത്. ഇക്കാലത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടായിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ എന്നെ വെറുതെ ഇരുത്താൻ പോകുന്ന. നല്ല കഥയായി. ഞാൻ ജോലി ചെയ്ത് നിന്നെ പോറ്റണമെന്ന് ആഗ്രഹിച്ചു. ദൈവം അതിനെ സമ്മതിച്ചില്ലല്ലോ. ദൈവം ഇതിപ്പോ നീ ജോലിക്ക് പോയി എന്നെ നോക്കേണ്ട അവസ്ഥയായി. സുധേട്ടാ, ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ തുല്യരെന്നല്ലേ പറയുന്നത്? അപ്പോ രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു ജോലി ഉണ്ടായാ പോരെ? അങ്ങനെയല്ലേ നാട്ടിലെ തുല്യത ഉണ്ടാക്കുന്നത്? അല്ലാതെ ഭർത്താവിന്റെ ചെലവില് മാത്രം സ്ത്രീകൾ ജീവിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. പുരുഷന്മാര് മാത്രം ജോലി ചെയ്യാം, സ്ത്രീകൾ വീട്ടിലിരുന്ന് വെക്കുക, വിളമ്പുക, പ്രസവിക്കുക. എനിക്ക് അതിനോടൊന്നും യോജിപ്പേ ഇല്ല കേട്ടോ. അച്ഛൻ ജോലി ചെയ്ത സ്കൂളില് നേരത്തെ ഒരു ടീച്ചറിന്റെ വേക്കൻസി പറഞ്ഞിരുന്നു. അതൊന്ന് ചോദിച്ചു നോക്കണം. എന്തായാലും നാളെ സ്കൂൾ വരെ ഒന്ന് പോണം. എന്തിനാ ഈ വിഷമിക്കുന്നേ? ഞാനാ ഇതുപോലെ കിടന്നിരുന്നെങ്കിൽ സുധേട്ടൻ എന്നെ നോക്കില്ലേ? അതോ എന്നെ ഇട്ടിട്ടങ്ങ് പോവോ? ഒരു കാര്യം ചെയ്യാം. നാളെ എന്തെങ്കിലും എനിക്ക് വയ്യാതെ വന്നാ ഇതിന് പകരം സുധേട്ടൻ എന്നെ നോക്കിക്കോ. ഞാൻ ഒരു പരാതിയും പറയത്തില്ല. അന്നെങ്ങനെ എന്നെ നോക്കിയില്ലെങ്കിലും ഉണ്ടല്ലോ, കഴുത്തിന് ഞെക്കിപ്പിടിച്ച് കൊല്ലും ഞാൻ. അതുകൊണ്ട് ഇപ്പൊ എന്റെ പൊന്നുമോൻ വിഷമിക്കണ്ട. പിന്നെ എന്റെ മുൻപിൽ കരഞ്ഞതൊക്കെ ഇരിക്കട്ടെ. വേറെ ആരുടെയെങ്കിലും മുൻപിൽ ഒരു തുള്ളി കണ്ണുനീര് കാണിച്ച എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. കുടിക്ക. പിന്നെ ഇന്ന് ഡോക്ടർ ജോൺ മാത്യു വരുന്നുണ്ട്. Hello, doctor. Hi, sir. How are you? Fine, sir. ഹലോ. വെൽക്കം സർ. Thank you. Please come, sir. Okay. Thank you.
എന്നിട്ട് ആ പേഷ്യന്റ് ഇപ്പൊ ഓക്കെ അല്ലേ? നോ പ്രോബ്ലം. ആ കുട്ടി ഇപ്പൊ കോളേജിൽ പോയി തുടങ്ങി. ഇടയ്ക്ക് എന്നെ കാണാൻ വരും, സ്വീറ്റ്സ് ഒക്കെ ആയിട്ട്. എപ്പോഴും ഡോക്ടറുടെ കാര്യം പറയും. ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അങ്ങനെ അങ്ങ് സംഭവിക്കുന്നു. നമ്മളതിന് കാരണമാകുന്നു, അത്രേ ഉള്ളൂ. സർ, പേഷ്യന്റ് ലിസ്റ്റ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് തന്നെയല്ലേ? അതെ ഡോക്ടർ. ഇതിൽ സുധിയുടെ പേരെവിടെ? ഡോക്ടർ ജോൺ മാത്യു സാർ കൺസൾട്ട് ചെയ്യേണ്ട ആദ്യത്തെ പേഷ്യന്റ് സുധിയായിരുന്നല്ലോ. ആ പേര് ഈ ലിസ്റ്റിലില്ലല്ലോ. എന്തു പറ്റി? ഡോക്ടർ, അത് പിന്നെ അക്ഷര മാഡം നിർബന്ധിച്ചതുകൊണ്ട് ഐ എം സോറി ഡോക്ടർ. ഓക്കെ ഓക്കെ സർ, നമുക്ക് ആദ്യം സുധിയെ തന്നെ കാണാം. യെസ്, ഓഫ് കോഴ്സ്. അതിനാണല്ലോ ഞാൻ പ്രധാനമായി വന്നത്. ആ, ലെറ്റ്സ് ഗോ. സർ, സുധിക്ക് ഇദ്ദേഹത്തെ മനസ്സിലായോ? ഇതാണ് ഡോക്ടർ ജോൺ മാത്യു. എന്തൊക്കെയുണ്ട് സുധി, സുഖമാണോ? ഡോക്ടർ വരാനുള്ള കാത്തിരിപ്പായിരുന്നു ഇത്രയും ദിവസം. ഇപ്പൊ വന്നില്ലേ? ഇനി നമുക്ക് നോക്കാം. സുധിക്ക് എന്തായിരുന്നു ജോലി? ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു സർ. ശരി, നമുക്കിനിയും ജോലിക്ക് പോകണ്ടേ? പോണം സർ. എനിക്കിവിടെ നിന്ന് എഴുന്നേക്കാൻ കഴിയില്ലേ സർ? തീർച്ചയായും. എന്താ സംശയം? ഇതത്ര വലിയ സീരിയസ് പ്രോബ്ലം ഒന്നുമല്ല. ഇതിനേക്കാൾ സീരിയസ് ആയ ഒരുപാട് കേസുകൾ സർജറി കൊണ്ട് ശരിയായിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. നമുക്കുടനെ സർജറി ചെയ്തേക്കാം. എന്തിനാ ചുമ്മാ ലേറ്റ് ആക്കുന്നത്, അല്ലേ സുധി? ഏയ്, സർജറി കഴിഞ്ഞാൽ 1 മാസം, അതിനുള്ളിൽ സുധിയെ ഞാൻ എഴുന്നേൽപ്പിച്ച് നടത്തിയിരിക്കും. ആ, വൈഫാണല്ലേ? അതെ സർ. നിങ്ങളെക്കുറിച്ച് ഡോക്ടർ നിരഞ്ജൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആത്മവിശ്വാസം പകരാൻ ഇങ്ങനെ ഒരാൾ കൂടെയുള്ളപ്പോ നിങ്ങൾ എന്തിനാ സുധി പേടിക്കുന്നത്? ധൈര്യമായിരിക്കൂ. ദേവികയുടെ കൈ പിടിച്ച് സുധി ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കും. ലൈഫ് എല്ലാം പഴയതുപോലെയാകും. ഐ ആം ഷുവർ. ഇപ്പൊ സുധിക്ക് നല്ല ആത്മവിശ്വാസം തോന്നുന്നില്ലേ? ഓ ഡോക്ടർ, എനിക്കിപ്പോ നല്ല പ്രതീക്ഷയുണ്ട്. ഈ കോൺഫിഡൻസ് ആണ് വേണ്ടത്. മനസ്സുകൊണ്ട് പ്രിപ്പയർ ആയിക്കൊള്ളൂ. സർജറിക്ക് വേണ്ടി മാത്രമല്ല, സ്വന്തം ലൈഫിലേക്കും തിരിച്ചു വരാൻ. സന്തോഷമായിട്ടിരിക്കും. ഇനി ഒന്നും പേടിക്കാനില്ല. നമ്മുടെ ഒരു പ്ലാനും വർക്കായില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായി. ഡോക്ടർ ജോൺ മാത്യു ഇപ്പൊ വന്നിരിക്കുന്നത് സുധിയുടെ സർജറിക്ക് വേണ്ടി മാത്രമാണ്. മാഡം, അക്കൗണ്ട്സിലെ റോയ് സാർ തന്നെ അയച്ചതാ. ഒന്ന് നിന്നേ. ഒരു കാര്യം ചെയ്യണം. എന്നെ തോൽപ്പിക്കാൻ
ഡാഡിയും കൂട്ടു നിന്നു അല്ലേ? അല്ലെങ്കിലും അത് ഇന്നും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എനിക്ക് വേണ്ടിയല്ല, അയാൾക്ക് വേണ്ടിയാ ഡാഡി എന്നും നിന്നിട്ടുള്ളത്. നിനക്ക് തെറ്റി. ഞാൻ എന്നും ശരിയുടെ പക്ഷത്തിൽ നിന്നിട്ടുള്ളൂ. ശരിയുടെ പക്ഷോ? അതിന് ICUവിൽ കിടക്കുന്നത് ഡാഡിയുടെ ആരാ? എന്റെ ആരുമല്ല. പിന്നെ എന്തിനാ അയാൾക്ക് വേണ്ടി ഡാഡി പണം അടച്ചത്? നാണോ ഇല്ലേ ഡാഡിക്ക്? നീ ചെയ്ത ഒരു തെറ്റ് തിരുത്തുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്ത തെറ്റോ? എന്ത് തെറ്റ്? ആ ചെറുപ്പക്കാരന് ഈ അപകടം പറ്റാൻ കാരണം നീ ആയതുകൊണ്ട്. ആ തെറ്റ് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പണം അടച്ചത്. നിനക്ക് പണമല്ലേ ആവശ്യം? പണം കിട്ടിയില്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ സർജറി നടത്തുകയില്ലെന്ന് നീ ഭീഷണിപ്പെടുത്തിയില്ലേ? ഒരാൾക്കൊരു തെറ്റ് പറ്റാം, അത് സ്വാഭാവികമാണ്. പക്ഷെ പറ്റിയ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് മനുഷ്യത്വം. ഞാൻ അന്വേഷിച്ചു. നിരഞ്ജൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അതിന്റെ സത്യാവസ്ഥ എനിക്കറിയണമായിരുന്നു. നീയാണ് ആ അപകടത്തിന് കാരണമെന്ന് എനിക്ക് മനസ്സിലായി. ആ ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതായത് നീ കാരണമാണ്. ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അതിന്റെ ശാപം കിട്ടാൻ പോകുന്നത് നിന്റെ മകൾക്കായിരിക്കും. അവളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്തത്. ഡാഡി അറിഞ്ഞത് മുഴുവൻ തെറ്റാണ്. അപകടത്തിന് കാരണം ഡാഡിയുടെ മരുമകനാ. കേസ് വന്നാ അയാള് ജയിലിൽ പോവും. അക്ഷര, സ്റ്റോപ്പ് ഇറ്റ്. ഇനി നിന്റെ ഒരു എക്സ്പ്ലനേഷനും എനിക്ക് ആവശ്യമില്ല. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡിസ്കഷൻസും ഇവിടെ അവസാനിക്കണം. ഇനി 1 രൂപ പോലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടില്ല. ആ ചെറുപ്പക്കാരൻ സുഖമായി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് വരെ അയാളുടെ എല്ലാ ചെലവുകളും നമ്മുടെ ഹോസ്പിറ്റൽ ഏറ്റെടുക്കും. ദിസ് ഈസ് മൈ ഓർഡർ. മനസ്സിലായോ? സാറ് പറഞ്ഞൊന്നും അക്ഷരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. ഹലോ, എന്താ റോസ്മേരി? ഓക്കെ, താൻ അവിടെ തന്നെ വേണം. ഞാനിപ്പോ വരാം. സർ, സുധിക്ക് ബോധം തെളിഞ്ഞു. ഓ, വെരി ഗുഡ്. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ സർ. സുധേട്ടാ,
അപ്പൊ തന്റെ സാറേ എന്റെ മാഡത്തിനെ തോൽപ്പിച്ചു. അതിന് താനും കൂട്ടുനിന്നു. ഞാൻ എന്ത് ചെയ്തു? താനല്ലേ പണം അടച്ചത്? ജയശങ്കർ സാറ് പറഞ്ഞു, ഞാൻ അത് ചെയ്തു. അത്രേ ഉള്ളൂ. സൂക്ഷിച്ചു നടന്നോ. മാഡത്തെ മുന്നിലൊന്നും ചെന്ന് ചാടണ്ട. നിന്റെ മേഡം എന്നെ എന്ത് ചെയ്യും? വെടിവെച്ചോല്ലോ. നിന്നെയൊക്കെ അത് തന്നെ ചെയ്യണ്ടേ. ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഏതോ ഒരുത്തിയുടെ ഭർത്താവിന് വേണ്ടി ഇത്രയൊക്കെ പണം ചെലവാക്കാൻ ഇവർക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇത് ഭ്രാന്തല്ല അപ്പച്ചി. ഒരാളുടെ ഭ്രാന്തിന് ചികിത്സിക്കാനുള്ള പണാണെന്ന് കരുതിയാ മതി. ഒരു നഷ്ടപരിഹാരം, അത്രേ ഉള്ളൂ. അപ്പൊ താൻ പറഞ്ഞത് എന്റെ മാഡത്തിന് ഭ്രാന്താണെന്നാണോ? മാഡം വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താൻ പെട്ടിയും കിടക്കേക്കായിട്ട് റെഡി ആയിട്ടിരുന്നോ? ഓ, അങ്ങനെ ആവട്ടെ. അല്ലേലും നീയും അവന്റെ കൂടെ ചേർന്ന് എപ്പോഴും എന്റെ മോളെ തോപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്? നിന്നെയൊക്കെ ഇവിടുന്ന് ഇറക്കി വിടേണ്ട കാലം കഴിഞ്ഞു. ആരും ഇറക്കി വിടേണ്ട കാര്യമില്ല. പോകേണ്ട സമയത്ത് ഞാൻ അങ്ങോട്ട് പോകും. എന്തൊരു ചൂടാ. ഇവന്റെ ധിക്കാരം കണ്ടില്ലേ? എന്നെ കളിയാക്കിയത് പോലെയല്ലേ അവൻ പറഞ്ഞിട്ട് പോയത്. അയാൾക്കുള്ള പണി മാഡം കൊടുത്തോളൂ. ആ പണം അടച്ചത് ആരായിരിക്കും? നിങ്ങൾ പോയി ചോദിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? ആരോ അടച്ചു എന്നല്ലാതെ അതാരാന്ന് അവർക്കും അറിയത്തില്ല. ആ മോളെ, സുധി എന്തേലും പറഞ്ഞോ മോളോട്? അതെന്ത് ചോദ്യ പാർവതി? അവന് ബോധം തെളിഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ സംസാരിക്കുന്നതാണോ നീ വിചാരിക്കുന്നേ? സുധേട്ടന് അതിനൊരു കുഴപ്പമില്ല. 2-3 മണിക്കൂർ കഴിയുമ്പോ സുധേട്ടൻ സംസാരിക്കുന്ന ഡോക്ടർമാര് പറഞ്ഞത്. മോളെ, നമുക്ക് ഈ പണം ഇങ്ങനെ ഇവിടെ വെച്ചാ മതിയോ? ഇത് ആശുപത്രിയാ. പണം അച്ഛൻ തന്നെ സൂക്ഷിച്ചാ മതി. അല്ലെങ്കിൽ അച്ഛന്റെ പേരിലുള്ള അക്കൗണ്ടില് ബാങ്കിൽ ഇട്ടാ മതി. അത് വേണ്ട മോളെ. ഇതിലൊന്ന് തൊടാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല. ഈ പണം മോടെ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. അതിന് എന്റെ പേരില് അക്കൗണ്ടൊന്നും ഇല്ല. ബാങ്ക് അക്കൗണ്ട് ഇനി എടുക്കാലോ? അതെ മോളെ, ഇന്ന് തന്നെ മോടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങും. എന്നിട്ട് ഈ പണം ആ അക്കൗണ്ടിൽ സൂക്ഷിക്കണം. അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്താ പോരെ. തൽക്കാലം ഈ പണം അച്ഛൻ തന്നെ സൂക്ഷിച്ചാ മതി. മോളെ, ഇത് മോടെ വീട് വിറ്റ പണം. അതെ, അതിനിപ്പോ എന്താ? അച്ഛനെന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ നിങ്ങളുടെ സ്വന്തം മോളല്ലാത്തോണ്ടാണോ? എന്റെ പണം, നിങ്ങളുടെ പണം, അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ആവശ്യത്തിന് ഉപകരിക്കുമ്പോഴാ പണത്തിന് വില ഉണ്ടാവുന്നത്. ആവശ്യത്തിന് ഉപകരിക്കാത്ത ഒന്നിനും ഒരു വിലയുണ്ടാവില്ല. സുധേട്ടന്റെ ആവശ്യത്തിന് നമുക്ക് പണം വേണമായിരുന്നു. നമ്മൾ അതിനൊരു വഴി കണ്ടെത്തി. അതിന് എന്റെ വീട്, നിങ്ങളുടെ വീട് അങ്ങനെയൊന്നുമില്ല. ഈ പണം അച്ഛൻ തന്നെ സൂക്ഷിച്ചാൽ മതി. ആ 10 ലക്ഷം രൂപ അടച്ചത് ആരാന്നറിഞ്ഞ മോളെ? അറിഞ്ഞു. നന്മയും കാരുണ്യമൊന്നും ഈ ലോകത്ത് ഇനിയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതെനിക്ക് എന്നാ മനസ്സിലായത്.